ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ഇത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിന് ഞാൻ 750 ഗ്രാം സവാളയാണ് ഞാൻ ഇതുപോലെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സവാള ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്യണം. ആദ്യം നല്ല ചൂടിൽ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് മുരിയാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ബ്രൗൺ നിറമാകുമ്പോഴേക്കും ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ഏകദേശം കളർ ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയേക്കാണ്. ബ്രൗൺ നിറമാകാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതെല്ലാം എടുക്കുകയാണ്. ഈ സവാള വറുത്തതാണ് കേട്ടോ ഈ ബിരിയാണിയുടെ ഹൈലൈറ്റ്. ഇതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇതിനുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. നമുക്കിനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വലിയ വലിയ പീസസ് ആക്കിയ ചിക്കനാണ്. 1.5 കിലോ ചിക്കന് 1.25 കിലോ ബസ്മതി റൈസിൻ്റെ ചോറും വേണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കിലോ തന്നെ അരി എടുത്തിട്ട് ചോറാക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കന് 1.25 കിലോ ബസ്മതി റൈസിൻ്റെ ചോറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കണം. 6 ഇതേപോലെ മീഡിയം സൈസായിട്ടുള്ള പട്ട കഷ്ണം ചേർക്കുക. പിന്നെ ഒരു 10 ഗ്രാമ്പു ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി അതാണ് ചേർക്കേണ്ടത്. ഏലക്ക പൊടിച്ചാണ് ചേർക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 6-7 ഏലക്കായ ചേർക്കാം. ഏലക്ക കൂടുതൽ ചേർക്കുമ്പോൾ നമ്മൾ ചോറിലുടനീളം ഇത് കടിക്കും. അതിന് വേണ്ടിയിട്ടാണ് പൊടിച്ച് ചേർക്കുന്നത്. പിന്നെ റെഡ് ചില്ലി പൗഡറാണ് 6 ടീസ്പൂൺ ഞാനിവിടെ എടുക്കുന്നുണ്ട്. 1.5 കിലോ ചിക്കന് 6 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ. നിങ്ങൾക്ക് എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 3 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും ചേർക്കാം. പിന്നെ 6 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കണം. ഈക്വലായിട്ടാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഈക്വലായിട്ട് എടുക്കുക. പിന്നെ 1.25 ടീസ്പൂണോളം സാജീരകം ചേർക്കുന്നുണ്ട്. അതാണ് നമ്മൾ വേറെ ഒരു ജീരകവും ചേർക്കാറില്ല. ചെറിയ ജീരകം വലിയ ജീരകമൊന്നും ഇല്ല ഇതിൽ, സാജീരകമാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും ഇതിനകത്തേക്ക് ചേർക്കുക. പിന്നെ പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർക്കുക. അത് ഏകദേശം ഒരു കപ്പോളം ചേർക്കണം കേട്ടോ. പിന്നെ അത്രയും തന്നെ പുതിന ഇലയും പൊടിയായി അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ തൈര് ചേർക്കുക. അത് പുളി അനുസരിച്ചാണ് ചേർക്കേണ്ടത്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുക. നല്ല പുളിയുള്ളതാണെങ്കിൽ 3 ടീസ്പൂൺ ചേർത്താലും മതിയാകും. ഇതിപ്പം പുളി കുറവുള്ളതായതുകൊണ്ട് ഞാനൊരു 5 ടീസ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സവാള വറുത്തത് ഞാൻ വറുത്തില്ല, അതിൻ്റെ പകുതിയോളം എടുത്തിട്ട് ഇതിനകത്തേക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചിടണം. പൗഡർ ആക്കണമെന്നില്ല, എന്നാലും ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ച് ഇതുപോലെ ചേർക്കുക. ഇനി ഈ മസാലകളെല്ലാം കൂടി ചിക്കൻ പീസസിൽ നന്നായിട്ട് പുരട്ടുക. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി എല്ലാ പീസസിലും നന്നായിട്ട് ആവത്തക്ക വിധം പുരട്ടി വെക്കുക. നിങ്ങൾ കുറച്ച് വൈഡായിട്ടുള്ള പാത്രം എടുക്കുക കേട്ടോ. ഇത് ഇപ്പോൾ കുറച്ച് കുഴിവുള്ള പാത്രം ആയതുകൊണ്ട് ഇത് ഇളക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത അണിയൻ്റെ എണ്ണയില്ലേ അത് ഇതിലേക്ക് ചേർക്കാം. ഞാൻ കുറച്ച് എണ്ണയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്, അതുകൊണ്ട്
ഇതിലേക്ക് ചേർക്കാനുള്ള എണ്ണ ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു 1.25 കപ്പ് എണ്ണ ഉണ്ടാവും. കൂടുതൽ എണ്ണയിട്ട് ഫ്രൈ ചെയ്താൽ നിങ്ങൾ ബാക്കിയുള്ള എണ്ണ മാറ്റി വയ്ക്കുക. ഏകദേശം 1 കപ്പ് 1.25 കപ്പ് എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. അതുകൂടി ഇട്ടിട്ട് ഈ ചിക്കൻ പീസസ് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് ഇതൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ചിക്കൻ പീസസൊക്കെ വളരെ സോഫ്റ്റായിരിക്കും. ഞാൻ 1.25 കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു 5-6 പ്രാവശ്യം കഴുകണം, എന്നാലേ ഇതിൻ്റെ മരുന്നടിച്ചതൊക്കെ പോവുള്ളൂ. എന്നിട്ടൊരു അരമണിക്കൂർ കുതിർത്തിയിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാകും മഞ്ഞൾപ്പൊടി കലക്കി വയ്ക്കുക. ഇത് നമുക്ക് ചോറിൽ ഒഴിക്കാനായിട്ട് വേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമപ്പൂവ് പാലിലിട്ട് എടുത്താലും മതിയാകും. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്യാം. നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ് നമുക്ക് വേണ്ടത് ഇത് ബിരിയാണി ദമ്മിടാനായിട്ട്. ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല കട്ടിയുള്ളതാണ്, ബോട്ടം നല്ല കട്ടിയുള്ളതാണ്. അതിലേക്ക് ഞാൻ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് നിരത്തി വെച്ച് കൊടുക്കുക. ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഈ ചിക്കൻ പീസസൊക്കെ. അത് നന്നായിട്ട് അടുക്കി വെച്ചിട്ട് താഴെ തന്നെ ഒരു ലെയറിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ചിക്കൻ പീസസൊക്കെ വയ്ക്കുക. അതായത് പുറത്ത് വയ്ക്കാതെ എല്ലാ പീസസും താഴെ മുട്ടിയിരിക്കത്തക്ക വിധം അഡ്ജസ്റ്റ് ചെയ്ത് ഈ ചിക്കൻ പീസസ് വയ്ക്കുക. ആദ്യം നന്നായിട്ട് അടുക്കി വെച്ചിട്ട് നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അതൊന്ന് പതുക്കെ അകത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മീതയിലേക്ക് ആ ബാക്കി വരുന്ന മസാലകളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് പൊത്തി വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഒരു ലെയറിൽ തന്നെ ഇരിക്കത്തക്ക വിധം ചിക്കൻ പീസസ് അറേഞ്ച് ചെയ്യുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യണ സമയത്ത് ചേർക്കേണ്ട പച്ചമുളക് ഞാൻ ആ സമയത്ത് ചേർക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഒരു 3 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. 6 പച്ചമുളക് വരെ ചേർക്കാം ഈ 1.5 കിലോ ചിക്കന്. നമുക്കിനി റൈസ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കണം. അതിന് മുന്നേ നമുക്ക് അതിനകത്തേക്ക് മസാലകളൊക്കെ ചേർക്കണം. വെള്ളത്തിലേക്ക് നമുക്ക് ചോറിന് വേണ്ട ഉപ്പ് ചേർക്കാം. കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്താലേ ചോറിന് ഉപ്പ് ഉണ്ടാവുള്ളൂ. നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് കൂടുതൽ ചേർത്തിട്ട് വെള്ളത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ സാജീരകം ചേർക്കുക. പിന്നെ ഒരു 4 കഷ്ണം പട്ട, ഒരു 5-6 ഗ്രാമ്പു, പിന്നെ ഒരു 5 ഏലക്കായ, ഇതെല്ലാം കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെള്ളം തിളച്ചതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ അരിയിട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് തിളക്കണം. ഈ തിളക്കുന്ന സമയത്താണ് നമ്മൾ അരി ചേർക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ വേണം. അരി ഇടുമ്പോഴും ഒക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം. എന്നിട്ട് നമുക്ക് ഈ അരി ഇട്ടതിന് ശേഷം അരി നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒരു സ്പൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മൂടി വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് തന്നെ വെച്ച് നന്നായിട്ട് തിളക്കുമ്പോഴേക്കുമാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് പോണത്. ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. നമ്മുടെ ചിക്കൻ്റെ പാനില്ലേ, അത് എടുത്ത് വയ്ക്കാം നമുക്ക് ഈ അടപ്പിലേക്ക്. എന്നിട്ട് അതിലേക്ക് ഈ തിളക്കുന്ന വെള്ളത്തിൽ നിന്ന് ഈ ചോറ് ഊറ്റിയെടുത്തിട്ട് ഇതിൻ്റെ മീതയിലേക്ക് സ്പ്രെഡ് ചെയ്യുക. ചിക്കൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തിടുക. കൂടുതൽ വെള്ളം അരിയുടെ കൂടെ വരരുത് കേട്ടോ. അതനുസരിച്ച് വേണം ഇടാനായിട്ട്. ഇതിൻ്റെ മീതെ നിരത്തി കൊടുക്കുക ചിക്കൻ്റെ മീതയിലേക്ക്. എന്നിട്ട് വേഗം ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി, അരിയുടെ പകുതി ക്വാണ്ടിറ്റി ഇടുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ മഞ്ഞൾ, പാല് കലക്കി വെച്ചില്ലേ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മീതേക്ക് കുറച്ച് പുതിന ഇല ചേർക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണിയൻ ചേർക്കുക. വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇടുക. ആദ്യം പകുതി ചോറാണ് നമ്മളിട്ടത്. ബാക്കി പകുതിയും കൂടി ഇതിൻ്റെ മീതയിലേക്ക് നിരത്തിയിടുക. അതിനുശേഷം ആ മഞ്ഞൾ പാല് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതയിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണിയൻ്റെ കുറച്ച് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂട്
വെള്ളമോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേവിച്ച അരിയുടെ വെള്ളം ഇല്ലാതായാലും മതി. അതിലേക്ക് 1 ടീസ്പൂൺ ഗീ കലക്കിയിട്ട് ഇതിൻ്റെ മീതയിലേക്ക് എല്ലായിടത്തും ആകത്തക്ക വിധം ഒഴിച്ചു കൊടുക്കുക. ചൂട് വെള്ളമായാലും മതി കേട്ടോ. അല്ലെങ്കിൽ റൈസ് വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. അതിലേക്ക് 1 ടീസ്പൂൺ ഗീയും കൂടി ഇട്ട് കലക്കിയിട്ട് ചോറിൻ്റെ മീതെ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് റൈസ് പോട്ട് ഒന്ന് സീൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അലൂമിനിയം ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഈ പോട്ടിൻ്റെ മീതയിലേക്ക് ഇട്ടിട്ട് ലെയറായിട്ട് ഇടുക. ഒറ്റ പീസായിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ ആയാലും മതി. എൻ്റേത് പോട്ട് വലുതായതുകൊണ്ട് എത്തില്ല, അതുകൊണ്ട് ഞാൻ 2 ലെയറായിട്ട് ഇട്ട് എന്നിട്ട് നടുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും കൂടി ഞാൻ ഒരു കഷ്ണം അലൂമിനിയം ഫോയിൽ പേപ്പർ ഇടുകയാണ്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ലോക്ക് ചെയ്യുക. ചുറ്റിനും പോട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ അത് സീലാകും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നല്ല കട്ടിയുള്ള ഒരു മൂടി കൊണ്ട് മൂടുക. ഫ്ലാറ്റ് മൂടിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചോ അല്ലെങ്കിൽ കുക്കറിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ പുറത്ത് വെയിറ്റായിട്ട് വെക്കാവുന്നതാണ്. ഇതുപോലെ നോബില്ലാത്ത മൂടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. 10 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ഒരു തവയുടെ പുറത്താണ് പിന്നെ ബേക്ക് ചെയ്യണത്. ഇതുപോലെ ഒരു തവ എടുത്തിട്ട് അതിൻ്റെ ദോശ തവയാണ് കേട്ടോ, അതിൻ്റെ പുറത്തേക്ക് ഈ ബിരിയാണി പോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 35 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ മൂടി തുറന്നിട്ട് അതിൻ്റെ സീലൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. വളരെ കെയർഫുള്ളായിട്ട് കൈയൊക്കെ പൊള്ളാതെ വേണം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫങ്ഷനൊക്കെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്ന മണമാണ് ഇപ്പോൾ വരുന്നത്. നല്ല മണമാണ് ഇത്. ഇപ്പോൾ ഹൈദരാബാദി ബിരിയാണി എല്ലാവരും പറയാറുണ്ട് വളരെ ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണെന്നൊക്കെ. അത് ശരിയാണ് കേട്ടോ, നല്ല മണമാണ് വരുന്നത്. ഇത് ചോറൊന്നും വെന്തൊന്നും പോയിട്ടില്ല, നല്ല കറക്റ്റാണ്. അതായത് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ചോറ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇടണം. അപ്പോൾ കറക്റ്റായിരിക്കും. ഞാൻ അതുപോലെയാണ് ചെയ്തത്, അതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് ചോറ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചോറൊക്കെ ഒന്നും വെന്ത് പോയിട്ടില്ല, അതിൻ്റെ ചിക്കൻ പീസസും ഒന്നും കരിഞ്ഞിട്ടും ഇല്ല, ഒന്നും വന്നിട്ടില്ല, നല്ല കറക്റ്റാണ്. അപ്പോൾ ഈ പാകത്തിന് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. എന്താ ഇത്ര സവാള വറുത്തെടുക്കാൻ മാത്രമാണ് കുറച്ച് കൂടുതൽ സമയം വേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.